ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രീലേഖ ഉണ്ണിത്താൻസ് വേൾഡ്. നാളെ നവരാത്രി തുടങ്ങുകയാണ്. അപ്പോൾ എന്താണ് നവരാത്രി? നവരാത്രിയിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് പൂജ ചെയ്യുന്നത്, ഏതൊക്കെയാണ് നവരാത്രിയുടെ 9 നിറങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നവരാത്രി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹിന്ദുക്കളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ്. ദുർഗാദേവിയെ ആദി പരാശക്തിയുടെ രൂപത്തിലാണ് നമ്മൾ ആരാധിക്കുന്നത്. പക്ഷെ 9 ദിവസം 9 ഭാവങ്ങളിലാണ് നമ്മൾ ദേവിയെ ആരാധിക്കുന്നത്. അതുപോലെ തന്നെ ആ 9 ദിവസം 9 നിറങ്ങളിലുള്ള വസ്ത്രങ്ങളാണ് ദേവിയെ ധരിപ്പിക്കുന്നതും നമ്മൾ ധരിക്കുന്നതും. അങ്ങനെ ധരിച്ചാൽ ദേവിയുടെ ഒരു ശക്തി നമ്മളിലൂടെ എത്തുമെന്നാണ് വിശ്വാസം. ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ദേവിയെ ശൈലപുത്രിയായിട്ടാണ് നമ്മൾ ആരാധിക്കുന്നത്. അന്നത്തെ ദിവസം ധരിപ്പിക്കുന്ന വസ്ത്രങ്ങളുടെ കളറ് മഞ്ഞയാണ്, യെല്ലോ കളറിലുള്ള വസ്ത്രമാണ് ആദ്യത്തെ ദിവസം ധരിക്കുന്നത്. രണ്ടാമത്തെ ദിവസമാണെങ്കിൽ ദേവിയെ ബ്രഹ്മചാരിണിയായിട്ടാണ് നമ്മൾ ആരാധിക്കുന്നത്. ബ്രഹ്മചാരിണി എന്ന് പറഞ്ഞാൽ ഭഗവാൻ പരമശിവനെ കല്യാണം കഴിക്കാനായിട്ട് തപസ് ചെയ്യുന്ന ദേവിയുടെ ഒരു ഭാവമാണ്. അന്നത്തെ ദിവസത്തെ വസ്ത്രങ്ങളുടെ കളർ എന്ന് പറയുന്നത് ഗ്രീൻ ആണ്. മൂന്നാമത്തെ ദിവസം ദേവിയെ ചന്ദ്രഗന്ധ എന്ന ഭാവത്തിലാണ് ആരാധിക്കുന്നത്. ചന്ദ്രഗന്ധ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ പാർവതി ദേവിയുടെ ഒരു ഭാവം. അന്നത്തെ ദിവസത്തെ വസ്ത്രമാണ് ഗ്രേ. ഈ ഗ്രേ കളർ വസ്ത്രങ്ങൾ നമുക്ക് ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള ശക്തി തരും എന്നാണ് വിശ്വാസം. നാലാമത്തെ ദിവസം ദേവിയെ കൂഷ്മാണ്ഡ ദേവിയായിട്ടാണ് ആരാധിക്കുന്നത്. കൂഷ്മാണ്ഡ ദേവി എന്ന് പറഞ്ഞാൽ ദ ക്രിയേറ്റർ ഓഫ് ദ വേൾഡ് എന്നാണ്. അന്നത്തെ ദിവസത്തെ കളറാണ് ഓറഞ്ച്. ഈ ഓറഞ്ച് കളർ നമുക്കൊരു പോസിറ്റീവ് എനർജി നിറയ്ക്കുമെന്നാണ് പറയപ്പെടുന്നത്. അഞ്ചാമത്തെ ദിവസം ദേവിയെ സ്കന്ദമാതാവായിട്ടാണ് ആരാധിക്കുന്നത്. അന്നത്തെ ദിവസത്തെ കളറാണ് വെള്ള, വൈറ്റ്. ആറാമത്തെ ദിവസം കാത്യായനി ദേവിയാണ്. കാത്യായനി ദേവിയുടെ കളർ എന്ന് പറയുന്നത് അന്നത്തെ ദിവസത്തെ വസ്ത്രങ്ങളുടെ കളർ എന്ന് പറഞ്ഞാൽ ചുമപ്പാണ്, റെഡ്. ഏഴാമത്തെ ദിവസം കാളരാത്രിയായിട്ടാണ് നമ്മൾ ദേവിയെ ആരാധിക്കുന്നത്. കാളരാത്രി എന്ന് പറഞ്ഞാൽ സംഹാര താണ്ഡവമാടുന്ന ദുർഗാദേവി, കളർ റോയൽ ബ്ലൂ. എട്ടാമത്തെ ദിവസം മാഘഗൗരിയായിട്ടാണ് ദേവി, വളരെ പ്രസന്നഭാവത്തിലുള്ള ദേവിയാണ്. അന്നത്തെ കളർ പിങ്ക് ആണ്. ഇതെന്ന് പറഞ്ഞാൽ പരസ്പര സ്നേഹത്തിന്റെ ഒരു കളറാണ്. ഒമ്പതാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ സിദ്ധിദാത്രിയായിട്ടാണ്, കളർ പർപ്പിൾ. ഇത് നമുക്ക് വളരെയധികം വെൽത്തും റിച്ച്നെസ്സും അതുപോലെ ആത്മീയ ശക്തിയൊക്കെ തരുന്ന ഒരു കളറാണ്. അതുപോലെ തന്നെ ഇത് ദേവിയെ ഞാൻ കുടത്തിലെ ഗൗരിയായിട്ട്, കുടത്തില് നമ്മളുടെ വെട്ടയും തേങ്ങായും ഒക്കെ വെച്ചാണ് ഈ ദേവിയുടെ രൂപം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് മുഖം വെച്ചെന്നേ ഉള്ളൂ. അതുപോലെ മഹാരാഷ്ട്രയിലൊക്കെ ആളുകൾ ഈ ദസറയുടെ ദിവസം ഒരു ഇതില് നവധാന്യങ്ങൾ വെതറി അതിനെ പൂജ ചെയ്യും. അതെന്ന് പറഞ്ഞാല് ഘട്ടെന്നാണ് അതിന് പറയുന്നത്. എല്ലാവർക്കും മോസ്റ്റ്ലി ഉപവാസമായിരിക്കും. വളരെ വീടൊക്കെ ക്ലീൻ ചെയ്ത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് അവർ ഈ ഉപവാസം നോക്കുന്നത്. നമ്മൾ ഉപവാസം ഒന്നും നോക്കാൻ പറ്റിയില്ലെങ്കിലും ദേവിയെ ആരാധിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ദേവിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകുന്നെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ വിജയദശമിയുടെ ദിവസം രാവണനെ ദഹിപ്പിക്കുന്നൊക്കെയുണ്ട്. പക്ഷെ ഇവിടെ മഹാരാഷ്ട്രയിലൊക്കെ നമ്മൾ ദേവിയാണ്, മഹാരാഷ്ട്രയിലും കർണാടകത്തിലും ഒക്കെ ദേവിയെ തന്നെയാണ് ആരാധിക്കുന്നത്. അപ്പം എല്ലാ വിഷയങ്ങളും കവർ ചെയ്തെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം.